കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവവചനത്തോട് പ്രതിപത്തിയുള്ള ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഹൃദയപൂർവമായ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളവരെ ഓർത്ത് ദൈവത്തിൻ്റെ പക്ഷപാതം കഴിക്കുകയും ദേശത്തെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാനായി ദൈവം മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ രോഗബാധിതരായി കഷ്ടമനുഭവിക്കുന്ന പ്രിയമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുക. ഡോക്ടർമാർ നിസ്സഹായരാണ്, മരുന്ന് നിഷ്ഫലമാണ്. വാക്സിനേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ തീവ്രത കുറയുവാൻ അത് സഹായകരമാകുന്നതെന്ന് മാത്രമേ അവർ പോലും അവകാശപ്പെടുന്നുള്ളൂ. എങ്കിലും അങ്ങനെയുള്ളൊരു ചെറിയ ഒരു ക്രമീകരണമെങ്കിലും ദൈവം ഇവിടെ അനുവദിച്ചു. പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് ദൈവം മുമ്പിൽ നെടുമ്പാട് വീഴുകയാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോൾ ദൈവം തന്ന പ്രാണവായുവിൻ്റെ വില നമ്മൾ അറിയുന്നു. അത് നമ്മളെ ഓർപ്പിക്കാനാണ് ദൈവം ഈ സാഹചര്യം ഒരുക്കിയത്. നമ്മുടെ ദേശത്ത് ഓക്സിജൻ കിട്ടാതെ അയ്യോ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങലാണ്. നമ്മളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സുഖത്തോടെ തുടരുവാൻ ദൈവം തരുന്ന അവസരത്തെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഈ സന്ദർഭത്തിൽ നിർവ്യാജമായി സ്നേഹിക്കണമെന്നും തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണമെന്നും പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നൽകുന്ന പ്രബോധനം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ 10ാമത്തെ വാക്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിൽ ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രു വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവനെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. വളരെ ലളിതമാണ്, അപ്പോൾ തന്നെ വളരെ ആഴമായ ആത്മീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണിത്. ശ്രദ്ധിക്കുക, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. സഹോദര പ്രീതി എന്ന് പറയുമ്പോൾ ഫിലാഡൽഫിയ, സഹോദര സ്നേഹം. നമ്മൾ 11 അധ്യായം വരെയുള്ള ഭാഗത്ത് ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം അഗാപ്പെ, 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 ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ സഹോദര പ്രീതി, സഹോദര സ്നേഹത്തെ, ഫിലാഡൽഫിയയെ, അതിനെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. സഹോദര പ്രീതി തമ്മിൽ സ്ഥായി പൂണ്ട്. ഈ സ്ഥായി പൂണ്ട് എന്ന് പറഞ്ഞാൽ ഫിലോസ്റ്റോർഗോസ് എന്നാണ് അർത്ഥം. സ്ഥായി പൂണ്ട്
എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ബന്ധത്തിൽ, ഹൃദ്യമായ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഫിലോസ്റ്റർഗോസ് എന്നാണ് ആ വാക്ക്. സ്ഥായിവുണ്ട് സഹോദരപ്രീതി. അത് ഈ രക്തബന്ധുക്കൾക്ക് ഇടയിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് സ്ഥായി, ഫിലോസ്റ്റർഗോസ്. അത് രക്തബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ സ്നേഹമാണ്. ചിലപ്പോൾ ജീവിതപാതയിൽ നമ്മൾ സ്നേഹിതന്മാരായി നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ സ്നേഹിതന്മാരായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൻ്റെ നിർബന്ധം കൊണ്ട് നമ്മൾ പരസ്പരം പിരിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ബന്ധം അവിടെ തീർന്നെന്ന് വരും. ഞാൻ ഓർക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കാലത്ത് എത്ര ഉറ്റ സുഹൃത്തുക്കളായി കഴിഞ്ഞവരുണ്ട്, എത്ര ഉറ്റ സുഹൃത്തുക്കളായി കഴിഞ്ഞവരുണ്ട്. പക്ഷേ പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ ആയി, പലരും പല വഴിക്ക് തിരിഞ്ഞു. നോക്കണേ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ സ്നേഹം ചെറുതായിട്ടുണ്ടെങ്കിലും ആ സ്നേഹം സ്ഥായിയായി നിലനിർത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ രക്തബന്ധങ്ങളാണെങ്കിൽ എത്ര അകലെയാണെങ്കിലും ആ സ്നേഹത്തിൻ്റെ സ്ഥായി ഭാവം, സ്ഥിരമായ ഭാവം, മാറ്റമില്ലാത്ത ഭാവം നമ്മളിൽ സ്ഥിരമായി നിലനിൽക്കുന്നല്ലോ. ആ അർത്ഥത്തിലാണ് പൗലോസ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലോസ്റ്റർഗോസ്, സഹോദരപ്രീതി തമ്മിൽ സ്ഥായിവുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഫിലിപ്പ് ലേഖന 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നിടുക എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീരെന്ന, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളണം. ഈ ഫിലിപ്പ് ലേഖനത്തിൽ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക എന്ന് പറയുമ്പോൾ ബഹുമാനിക്കപ്പെടുന്നവനോട് തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നതിൽ മറ്റെല്ലാവരേക്കാളും നമുക്ക് മുമ്പിലായിരിക്കുക എന്ന അർത്ഥമായി ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന വാക്കിന് മറ്റുള്ളവരെയും നമ്മളെയും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. നോക്കണേ, ആ അർത്ഥത്തെക്കാൾ അല്പം വ്യത്യസ്തമായ ഒരർത്ഥമാണ് ഇവിടെയുള്ളത്. ബഹുമാനിക്കുന്നവൻ തന്നോട് തന്നെ താരതമ്യപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിനെന്ന് പറയുന്നിടത്ത് ഇവിടെ ആ ചിത്രമില്ല, ആ താരതമ്യമില്ല. പിന്നെ ബഹുമാനം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിലായിരിക്കുക എന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, അവരാരായാലും നാം അവരെ ബഹുമാനിക്കുക. സ്തോത്രം. ചിലപ്പോൾ വൈകല്യങ്ങളുള്ളവരെയൊക്കെ നമ്മൾ കാണും. ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ഒരു അവജ്ഞ തോന്നരുത്. അവനെ സൃഷ്ടിച്ചവൻ ദൈവമാണ്, അവനെ കരുതുന്നവൻ ദൈവമാണ്. അവനോട് നമുക്ക് മതിപ്പുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. എനിക്കുള്ള പല കഴിവുകളും അവനില്ലെങ്കിലും അവൻ ഇത്രയും സന്തുഷ്ടനായി ജീവിക്കുന്നല്ലോ, അവന് മുമ്പിൽ കൈകൂപ്പാൻ തോന്നുന്നു. രണ്ട് കൈകളും 2 കാലുകളും ജന്മനായി ഇല്ലാത്ത ഒരു പ്രിയ സഹോദരൻ, അദ്ദേഹം ലോകപ്രസിദ്ധനാണ്. ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നതിന് അങ്ങനെയുള്ള കൂടിവരവുകളും കോൺഫറൻസുകളിലുമൊക്കെ ഒരു നല്ല അറിയപ്പെടുന്ന റിസോഴ്സ് പേഴ്സണാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം പ്രസംഗിച്ച യോഗത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോയി ഞാനും ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് എൻ്റെ മുമ്പിൽ കാണുന്നില്ലെങ്കിലും അറിയാതെ ഞാൻ കൈകൂപ്പി. അതാണ് അപ്പോൾ ബഹുമാനിക്കപ്പെടുന്നവനെ അവൻ്റെ കഴിവുകൾ നോക്കിയിട്ടല്ല, അവനെൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി നമ്മൾ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളണം. അവനേക്കാൾ ഞാൻ മറ്റുള്ളവനെ കൂടുതൽ ബഹുമാനിക്കണം. നമ്മൾ നേരെ തിരിച്ചാ, അവനേക്കാൾ ഏറെ ബഹുമാനം എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ചിന്ത. എന്നെക്കാളേറെ ഒരുവൻ ബഹുമാനിച്ചെങ്കിൽ എനിക്കത് ഒഫൻസാ. അവനാരാ, ഞാനാരാ? അവനെയാണല്ലോ കൂടുതൽ അവരെ പരിഗണിച്ചത്, ബഹുമാനിച്ചത്. അയ്യോ, അങ്ങനെ ഒരു അമർഷം തോന്നുന്ന നിലയിലേക്ക് നമ്മൾ തരം താഴരുത്.
ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. ഫിലിപ്പിയർ പറയുന്നതിനേക്കാൾ വേറൊരു ആശയമാണിത്. പക്ഷേ രണ്ടും ബന്ധമുള്ളവയാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക, അത് ഇടപെടലാണ്. പക്ഷേ ഇവിടെ ശ്രേഷ്ഠനെന്ന് എണ്ണുക മാത്രമല്ല, ബഹുമാനിക്കുക, അന്യോന്യം ബഹുമാനിക്കുക. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവിൻ. സ്തോത്രം. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഇപ്പോൾ സഹോദരപ്രീതി എന്നുള്ളതിനും സ്ഥായിവുണ്ട് എന്നുള്ളതിനും സ്തോത്രം രണ്ട് വാക്ക് ഞാൻ പറഞ്ഞല്ലോ. ഫിലാഡൽഫിയ, ഫിലോസ്റ്റോർഗോസ്, ഈ രണ്ടും കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. രക്തബന്ധങ്ങൾ പരസ്പരമുള്ളതാണ്. ഫിലോസ്റ്റോർഗോസ് രക്തബന്ധങ്ങളെ, കുടുംബ ബന്ധം. ദൈവസഭയാകുന്ന കുടുംബത്തിൽ ഇതൊന്നാമതുണ്ടാകണം. അത് പൊതുലോകത്തിലേക്കും വ്യാപരിക്കണം. സ്തോത്രം. ഫിലോസ്റ്റോർഗോസ്, സ്ഥായിവുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. സ്തോത്രം. ഇനി അടുത്തത് 11-ാമത്തെ വാക്യത്തിൽ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഇതിൻ്റെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറയുമ്പോൾ അത് ഒരു ഇരട്ട പ്രയോഗമല്ലേ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, അതിന് ഉത്സാഹികളായിരിക്കുക എന്ന് പറയാം. പക്ഷേ ഇവിടെ പിന്നെയും പറയുക ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ഒരു ഇരട്ട പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, മടുപ്പില്ല എന്ന് പറയുമ്പോൾ ഉത്സാഹത്തിൽ ഉത്സാഹത്തോടെ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നില്ലേ? ഉത്സാഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉത്സുകരായിരിക്കുക, ഉത്സാഹിക്കുക എന്ന്. ഉത്സാഹത്തിൽ ഉത്സാഹത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉത്സുകരായിരിക്കണം. നമ്മൾ അലസന്മാരാകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമുക്ക് മടുപ്പുണ്ടാകരുത്. അലസന്മാരാകാൻ ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഉത്സാഹത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ഉത്സാഹിക്കുന്ന കാര്യത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് വിളിച്ചപ്പോൾ അലസന്മാരെ നടന്നവരെ ആരെയും വിളിച്ചില്ല, വേലയ്ക്ക് വിളിച്ചില്ല. നമുക്കറിയാം, പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്ന, അവന് ബോധ്യം വന്നിരിക്കുന്ന സത്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായവരെ പീഡിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ഉത്സാഹിയെ ദൈവം അവനിൽ കണ്ടു. ഒരു ഉത്സാഹിയെ ദൈവം അവനിൽ കണ്ടു. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിൽ കിട്ടിയാൽ ഇവന് ഇത്രയും ഉത്സാഹമുണ്ടെങ്കിൽ മഹാദൈവത്തിൻ്റെ അധികാരപത്രം കയ്യിൽ കിട്ടിയാൽ ഇവൻ എത്ര ഉത്സുകനായിരിക്കുമെന്നുള്ളത് സർവജ്ഞാനിയായ ദൈവം മുൻകണ്ടു. അതുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം അവൻ്റെ കയ്യിൽ നിന്നും കളഞ്ഞു. കുതിരപ്പുറത്ത് നിന്ന് താഴെ വിടപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിൽ നിന്ന് പോയെങ്കിലും മഹാദൈവത്തിൻ്റെ അധികാരപത്രം ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യും. അവിടെ ഉത്സാഹികളാണ്. മത്തായി ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചുങ്കസ്ഥലത്ത് വെച്ച് അവനെ വിളിച്ചത്. വീട്ടിൽ പോയി വിളിച്ചില്ല. ഉറങ്ങിക്കിടന്നവനെ ആരെയും തട്ടി ഉണർത്തി വിളിച്ചില്ല. സ്തോത്രം. നമുക്കറിയാം, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടാതെ പിന്നെയും വല കഴുകി വൃത്തിയാക്കി കൊണ്ടുപോവുക. കർത്താവ് അവനോട് പറഞ്ഞു, ഇച്ചിരി ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരുപോളം കണ്ണടച്ചിട്ടില്ല. രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയില്ല. ഇനിയിപ്പം വീട്ടിൽ പോയി ഒന്ന് തല ഒന്ന് തലചായ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അങ്ങേട് വന്നേക്കുന്നു. നോ 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 സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. സ്തോത്രം. പിന്നെയും പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ വല വീശി. ഉത്സുകരായിരുന്നു. യോഹന്നാൻ വല നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പനായ സെബേദിയോടുകൂടെ വേലക്കാരും ഉൾപ്പെട്ട്, വേലക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇവനും ആ കൂട്ടത്തിലുണ്ട്. വേലക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിയെന്ന് കയ്യും കെട്ടി കാലും കുലുക്കിക്കൊണ്ടിരിക്കുകയല്ല. ഉത്സാഹികളായിരിക്കണം. മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കണമെന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന. ആരും മുതലാളികൾ ചിരിക്കാനായി ദൈവം നമ്മളെ ആരെയെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സങ്കടം, അയ്യോ, സുവിശേഷ വേദിയിൽ പോലും മുതലാളി കളിക്കുന്നവരെ കണ്ടിട്ട് സങ്കടം തോന്നാറുണ്ട്. ഒരു വ്യക്തിയോട് ഇന്ന് വരെ സുവിശേഷം പറഞ്ഞിട്ടില്ല, പക്ഷേ സുവിശേഷ സംഘടനയുടെ തലപ്പത്തിരുന്ന് മറ്റുള്ളവരെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുക എന്ന് പറയുവാനായിട്ട് ഉത്സാഹിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകരുത്. നമ്മൾ ഫീൽഡിലുണ്ടാകണം, ഫീൽഡിൽ ഇറങ്ങണം. സംഘടനയുടെ തലപ്പത്ത്
ദൈവം നിന്നെ ആക്കിയെങ്കിൽ അപ്പോഴും നീ ഉത്സാഹിയായിരിക്കണം. പക്ഷേ അന്നും ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നീ ഒരുവനോട് സുവിശേഷം പറയേണ്ട ഒരു അവസരം കിട്ടിയാൽ നീ അത് പാഴാക്കരുത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഉത്സാഹികളായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഗിദെയോനെ ദൈവം വിളിച്ചപ്പോൾ ഫിലിസ്ത്യർ ഭയങ്കരമായിട്ട് അവരെ ആക്രമിക്കുന്ന സമയമാണെങ്കിലും കോതമ്പ് കൊയ്തു കൊണ്ടുവന്ന് മുന്തിരിച്ചക്കനെ അരികെ വെച്ച് മെതിച്ചെടുക്കുന്ന ഉത്സാഹിയായ ഒരുവനെ കണ്ടു. അതുകൊണ്ടാണ് പരാക്രമശാലിയെ എന്ന് വിളിച്ചത്. പരാക്രമശാലിയെ. പ്രിയമുള്ളവരെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. ഉത്സാഹത്തിൽ ഉത്സാഹികളായിരിക്കണം. സ്തോത്രം. എന്നിട്ടോ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തവരെ ദൈവം വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്ന് നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 3-15-16 വാക്യത്തിൽ. നീ ശീതവാനായിരുന്നെങ്കിലും കൊള്ളായിരുന്നു, ഉഷ്ണവാനായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല മിതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഉമിണ്ണ് കളയുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക സംസ്കൃത പദം ഉപയോഗിച്ച് തുപ്പിക്കളയുമെന്നർത്ഥം. നമ്മളെപ്പോഴാണ് ഈ തുപ്പിക്കളയുന്നത്? ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആവുമ്പം. നമ്മളൊരു സാധനം വായിലോട്ടിട്ടു, അയ്യോ അത് ഒരു രക്ഷയില്ല, അതിൻ്റെ ടേസ്റ്റ്, അത് ഉച്ച കഴിഞ്ഞപ്പോൾ അത് വല്ലാത്ത ടേസ്റ്റ്, അപകടകാരിയാണ്. വേഗം ഓടിച്ചെന്ന് ആരും കാണാതെ തുപ്പിക്കളയും. പ്രിയമുള്ളവരെ, ഇതാണ് ഉമിണ്ണ് കളയുക. നമ്മൾ ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കണം അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കർത്താവിന് വേണ്ടി ശുഷ്കാന്തിക്കവനായിരിക്കണം, അല്ലെങ്കിൽ നിന്നെ ആക്കിയിരിക്കുന്ന ഇടത്ത് ഭൗമിക മണ്ഡലത്തിൽ നിന്ന് ശുഷ്കാന്തി ഉള്ളവനായിരിക്കണം. നീ ശുഷ്കാന്തി ഉള്ളവനായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്നിൽ പ്രസാദിക്കുകയുള്ളൂ. അലസന്മാരെ ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കാന്നാണ്. ഇവിടെ ഈ ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു മുറ്റത്ത് ഒരു 10 അടി സ്ഥലമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ, അങ്ങനെ ഉത്സാഹികളായവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാണ്. ഈ സെൽഫ് കംപ്ലേസൻസി ഉണ്ടാകരുത്. ഇത്രയൊക്കെ മതി, ഞാൻ ഈ ഒത്തിരി വേല ചെയ്തതാ, ഇനിയിപ്പോൾ ഇത്രയൊക്കെ മതി, അയ്യോ, അതുണ്ടാകരുത്. അവസാന ശ്വാസം വരെ നമ്മൾ ഉത്സാഹികളായിരിക്കണം. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. ഈ ആത്മാവിലെ എരിവ് എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 11-ാമത്തെ വാക്യം നമ്മൾ ഇതേ വാക്ക് കാണാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എരിവോടെ എരിയുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാമല്ലോ, ഒരു തീ കത്തുന്ന ഒരു ഭാവമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് തീയാണെന്നൊക്കെ പറയുന്നവർ ഈ വാക്ക് പരിശുദ്ധാത്മാവിനെ വിളക്കിനോട് ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, പ്രിയപ്പെട്ടവരെ, തിളയ്ക്കുന്ന കലം, എരിയുന്ന തീ എന്നല്ല, തിളയ്ക്കുന്ന ഒരു കലത്തിൻ്റെ ചിത്രമാണ് മൂലഭാഷയിലുള്ളത്. ആളി എരിയുന്ന തീയല്ല, തിളയ്ക്കുന്ന ഒരു കലം. വെള്ളം വെച്ച് ഒരു കലത്തിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാവ്, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഒരു തിളയ്ക്കുന്ന കലം പോലെയാ. ആ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ സകലവും സംഹരിക്കുന്ന ആളി എരിയുന്ന ഒരു തീ എന്നല്ല. അയാൾ എരിവ്, ആത്മാവിൽ ഉത്സുകരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കണം. നമുക്കറിയാമല്ലോ, റോമാലേഖനത്തിൽ തന്നെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിനെ കുറിച്ച് അവർ പരിജ്ഞാനമില്ലാതെയാണെങ്കിലും അവർ എരിവുള്ള, ദൈവത്തെ സംബന്ധിച്ച്, ദൈവകാര്യങ്ങളെ സംബന്ധിച്ച് എരിവുള്ളവരാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. അടുത്ത കണ്ടോ, കർത്താവിനെ സേവിപ്പീൻ. അപ്പോൾ കർത്താവിനെ സേവിക്കാൻ നമുക്ക് കർത്താവിന് നമ്മുടെ എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടോ? കർത്താവിന് നമ്മുടെ ആവശ്യമുണ്ട്, ആവശ്യപ്പെടുന്നു. എന്താ ആവശ്യപ്പെടുന്നത്? കർത്താവിന് വേണ്ടി ഒന്നും വേണ്ട. ചിലർ വിചാരിക്കുന്നു, മാലാഖമാരെ സൃഷ്ടിച്ചു, മാലാഖമാരുടെ ഒരു വലിയ കൂട്ടം ദൈവത്തോട് മത്സരിച്ച് വീണുപോയപ്പോൾ ഈ മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്തുതിക്കാൻ ആളില്ലാതെ വന്നപ്പം വീണുപോയ മാലാഖമാർക്ക് പകരം ദൈവത്തെ സ്തുതിക്കാനായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ചെയ്യാവുന്ന സേവനം അതാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നുതോരങ്ങളെ, ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ആർത്തുല്ലസിച്ച് സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്ന പരിധിയിൽ ശബ്ദമുയർത്തി ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുക. പക്ഷേ അതിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ സേവനം. കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ അവർ ദൈവത്തിന് ചെയ്യുന്ന സേവനമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിനെന്ന വണ്ണം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താലും
അത് കർത്താവിനെന്ന വണ്ണം ചെയ്യുന്നതാണ് കർത്താവിനെ സേവിക്കുന്നത്. അതാണല്ലോ നമ്മൾ 12-ാമത്തെ അതിന് 1-2 വാക്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. 1-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളുടെ മുഴുവൻ ജീവനും ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള യാഗമായി സമർപ്പിക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. ദൈവത്തിന് ജീവിതം തന്നെ മുഴുവൻ ജീവിതവും പ്രസാദമുള്ളൊരു യാഗമായി സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് കർത്താവിനെ സേവിക്കുന്നത്. അതാണ് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. 31-ാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ എന്നാണ് നമ്മളോട് വായിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 10-ാം അധ്യായം 1 കൊരിന്തി 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. അപ്പോൾ എന്ത് ചെയ്താലും അതിനകത്ത് എല്ലാം ആയല്ലോ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിനെ സേവിക്കുന്നത് പോലെ ആയിരിക്കണം. അതാണ് പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൃഷ്ടിസേവകരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി എന്ത് ചെയ്താലും കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. സ്തോത്രം. നാം എന്ത് ചെയ്താലും അത് കർത്താവിനെന്ന വണ്ണം ചെയ്യുന്നതാണ് കർത്താവിനെ സേവിക്കുക. അതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. സ്തോത്രം. നിർബന്ധത്താലല്ല, ഈവൻ പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ പോലും ആയിരിക്കരുത്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിനെ സേവിക്കുകയാണ്. മുഴുവൻ ജീവിതവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ഒരു യാഗമെന്നപോലെ ജീവിക്കുന്ന ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. നിങ്ങൾ ഓർക്കുക, കർത്താവിന് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ, കർത്താവിന് അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര ഉത്സുകരായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. എത്ര ഉത്സുകർ. ഹാഫ് ഹാർട്ടഡ് എൻഡവേഴ്സ്, പകുതി ആത്മാർത്ഥത കുറവുള്ള ഒരു പണിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമ്മൾ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നവരും എന്ത് ചെയ്താലും അത് കർത്താവിനെന്ന വണ്ണം ചെയ്യുന്നവരുമായിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവർ തിളയ്ക്കുന്ന കലം പോലെ എഗ്ലോ വിത്ത് ദ സ്പിരിറ്റ് എന്നാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ്റെ പ്രയോഗം. എഗ്ലോ വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. സ്തോത്രം. ആത്മാവിൽ എന്ന് പറയുമ്പോൾ ഇത് ഏത് ആത്മാവാ? പരിശുദ്ധാത്മാവാണോ ദൈവാത്മാവാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പറയാം, പരിശുദ്ധാത്മാവ് പ്രധാനമായും നാം മനുഷ്യാത്മാവിനോടാണ് ഇടപെടുന്നത്. പരിശുദ്ധാത്മാവ് മനുഷ്യാത്മാവിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ ആത്മാവിലുള്ള എരിവുണ്ടാകുള്ളൂ. നമുക്കൊക്കെ മനസ്സിൽ എരിവുണ്ടാകാം, മനസ്സിൻ്റെ ഉഷ്ണത്തോടെയൊക്കെ പെരുമാറിയെന്ന് വരും, മനസ്സിൽ എരിവ്. പക്ഷേ മനസ്സിലുണ്ടാകുന്ന എരിവ് പലപ്പോഴും തിന്മയ്ക്ക് കാരണമായെന്ന് വരും. ഇപ്പം നമ്മളെ ആരെങ്കിലും നമ്മളോട് ദ്രോഹം ചെയ്താൽ പ്രതികാരവാഞ്ച വരും. അപ്പം മനസ്സിലാണ് എരിവ്. അതല്ല, ആത്മാവിൽ എരിവുള്ളവരാകണം. മനസ്സിൻ്റെ ഒരു ഊഷ്മളതയല്ല, ആത്മാവിൻ്റെ എരിവ് വെള്ളം തിളയ്ക്കുന്ന പോലെ. സ്തോത്രം. ഗ്ലോ വിത്ത് ദ സ്പിരിറ്റ്, ബബ്ലിംഗ് വിത്ത് ദ സ്പിരിറ്റ്. ഒരു പറച്ചുണ്ട്, ഇറ്റ്സ് ബബ്ലിംഗ് 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 ഇൻ മൈ സോൾ. സ്തോത്രം. ഇറ്റ്സ് ബബ്ലിംഗ് 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 ഇൻ മൈ സ്പിരിറ്റ് എന്ന് പറയണം. സ്തോത്രം. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എപ്പോഴും ഉത്സുകരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവം. അതെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥന ഉറ്റിരിപ്പീൻ. ഇതൊക്കെ വിശദീകരിക്കാൻ ആവശ്യമില്ല. ഓരോ വാക്കും ലളിതമാണ്. അത് നമ്മൾ ആത്മാവിലുള്ള എരിവ്. നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിന്. നമുക്കറിയാമല്ലോ, ദാസന്മാരെക്കുറിച്ച് അവരോട് പ്രബോധനം പൗലോസ് പറയുമ്പോൾ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ദൃഷ്ടിസേവകളായല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി എന്ത് ചെയ്താലും കർത്താവിനെന്ന വണ്ണം ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ,
രാജകീയ പുരോഹിതവർഗമാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. രാജാവ് എന്നുള്ളത് ഒരു സെക്കുലർ ഓഫീസും പുരോഹിതൻ എന്നുള്ളത് ഒരു സ്പിരിച്വൽ ഓഫീസുമാണ്. സെക്കുലർ ആൻഡ് സ്പിരിച്വൽ എന്ന് പറഞ്ഞ് രണ്ടാക്കാൻ ഒക്കുകയില്ല. ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും രണ്ടാക്കാൻ ഒക്കുകയില്ല. നമ്മൾ ഭൗമിക ജീവിതം ആത്മീയമായിരിക്കണം. സ്തോത്രം. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും അത് ഒരാത്മീയനെന്ന പോലെ ചെയ്യണം. നിങ്ങൾ ഏത് ജോലി ചെയ്താലും ആത്മീയൻ. നിങ്ങളൊരു അധ്യാപകനാണോ? ഒരാത്മീയൻ ആയ അധ്യാപകനായിരിക്കണം. നിങ്ങളൊരു നഴ്സാണോ? ഒരാത്മീയതയുള്ള ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ നിങ്ങൾ രോഗികളെ പരിചരിക്കണം. സ്തോത്രം. എന്തു ചെയ്താലും ആത്മീയൻ എന്ന നിലയിൽ, അതാണ് കർത്താവിനെ സേവിപ്പിൻ മുഴു ജീവിതവും കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി. ജീവിതം തന്നെ ദൈവത്തിന് പ്രസാദം വരുത്തുന്ന ഒരു യാഗമായി സമർപ്പിക്കപ്പെട്ട് ജീവിപ്പാൻ. അതാണ് 1-ാം വാക്യത്തിൻ്റെ വിശദീകരണമായി വിടുകയും കണ്ടില്ലേ. 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വിശദീകരണമായിട്ടാണ് താഴ്പോട്ട് പറയുന്നതിൻ്റെ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളാണ്. സ്തോത്രം. അതേ ഉത്സാഹത്തിൽ ഉത്സാഹികളായി ആത്മാവിൽ തിളയ്ക്കുന്നൊരനുഭവം പോലെ കർത്താവിനെ സേവിച്ച് എന്തു ചെയ്താലും കർത്താവിന് എന്നവണ്ണം കർത്താവിന് പ്രസാദകരമായി ചെയ്ത് സ്തോത്രം ജീവിതം മുഴുവനും ദൈവപ്രസാദമുള്ളതായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദിവസം സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് സ്തോത്രം എന്ത് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയുമോ അത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷ എന്ന പോലെ സന്തോഷത്തോടെ സ്തോത്രം സ്നേഹത്തോടെ ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ മഹത്വത്തിൽ നിൽപ്പാൻ സമൂഹത്തിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവിന് മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ തന്നിരിക്കുന്ന പദവിക്കായി സ്തോത്രം. ഞങ്ങൾ എന്തു ചെയ്താലും അത് അങ്ങയുടെ മഹത്വത്തിനായി അങ്ങയെ സേവിക്കുന്നതായി ചെയ്യുവാൻ അത് ഒരു വലിയ പദവി അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അങ്ങ് തന്നല്ല. അതൊരു വലിയ പദവിയാണ് കർത്താവേ. ഞങ്ങൾ എന്തു ചെയ്താലും കർത്താവേ അത് അങ്ങയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ അങ്ങയുടെ നാമം ഞങ്ങളിൽ മഹത്വം എടുക്കുവാനിടയാകണം. തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും അങ്ങയുടെ മഹത്വത്തിനായി ചെയ്തുകൊണ്ട് അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആത്മീയന്മാരായി ജീവിപ്പാൻ അങ്ങയുടെ മഹത്വത്തിലുള്ള യാഗമായി സമൂഹത്തിൽ അങ്ങയ്ക്ക് കർത്താവെ മഹത്വം കരറ്റുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവെ അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങളെല്ലാവോളം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അങ്ങ് പരിപാലിക്കുന്ന പരിപാലനത്തിനായി സ്തോത്രം. കഷ്ടമനുഭവിക്കുന്നവർ ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ തിരുമേനിക്ക് അവരോട് മനസ്സലിയുകയും നിൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുവാൻ പ്രസാദിക്കുകയും ദേശത്തെ വിടുവിക്കുവാൻ അവിടുത്തേക്ക് തിരുവുള്ളമാകുകയും ചെയ്യണമേ. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.